ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്ന മനുഷ്യനാരാണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി അല്ലെങ്കിൽ മഹാത്മാഗാന്ധി. നമ്മൾ ചെറുപ്പം മുതൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കാര്യമാണ് ഗാന്ധിജി ഒരു മഹാനാണ്, ത്യാഗം, സത്യം, അഹിംസ ഇവ മൂന്നും ആ ഒരു പേരിന്റെ പര്യായങ്ങളാണെന്നാണ്. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് നമ്മൾ പഠിച്ച ടെക്സ്റ്റ് ബുക്കുകളിൽ ഒരിക്കലും ഇടം കിട്ടാത്ത ഒരു അധ്യായത്തെ കുറിച്ചാണ്. 77 വയസ്സുള്ള ഒരു മനുഷ്യൻ 17ഉം 18ഉം വയസ്സായിട്ടുള്ള പെൺകുട്ടികളെ അവർക്ക് താല്പര്യം ഇല്ലാഞ്ഞിട്ട് ഫോഴ്സ്ഫുള്ളി ഒരു കാര്യം ചെയ്യിപ്പിച്ചു. പിന്നീട് ഗാന്ധിജി ആ പ്രവൃത്തിയെ വിളിച്ചിരുന്നത് സെലിബസി എക്സ്പെരിമെന്റ് എന്നായിരുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ആ പെൺകുട്ടികളിൽ ഒരാള് ഗാന്ധിജിയുടെ സ്വന്തം ബന്ധുവായിരുന്നു, ആൻഡ് മറ്റൊരാള് ഗാന്ധിജിയെ ദൈവത്തെ പോലെ ആരാധിച്ചു വരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നമ്മളെ അസ്വസ്ഥരാക്കുന്ന ഒരു രഹസ്യ അധ്യായത്തെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. 1946 ഇന്ത്യ കത്തിയെരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയം. ഹിന്ദുക്കളും മുസ്ലിമുകളും തമ്മിലുള്ള കലാപങ്ങൾ രാജ്യം മൊത്തം പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. മരണങ്ങളും തീപിടുത്തങ്ങളും കൂട്ടക്കൊലകളും. അന്ന് രാജ്യത്തെ അഹിംസയിലൂടെ രക്ഷിക്കാമെന്ന് വിശ്വസിച്ചിരുന്ന ഗാന്ധിജിക്ക് ആദ്യമായിട്ട് ഒരു വലിയ സംശയം തോന്നി. എന്റെ അഹിംസ ഇനി പ്രവർത്തിക്കുന്നില്ലേ? ഈ ഒരു ചോദ്യം അദ്ദേഹത്തെ പതിയെ മറ്റൊരു ചിന്തയിലോട്ട് കൊണ്ടുപോയി. ഇവിടെയാണ് ഈ കഥ തുടങ്ങുന്നത്. 77 വയസ്സുള്ള ഗാന്ധിജി ഒരു പുതിയ പരീക്ഷണം ആരംഭിച്ചു. അദ്ദേഹം അതിനെ വിളിച്ചിരുന്നത് ബ്രഹ്മചര്യ പരീക്ഷണം അല്ലെങ്കിൽ സെലിബസി എക്സ്പെരിമെന്റ് എന്നായിരുന്നു. ഗാന്ധിജി തന്റെ ബ്രഹ്മചര്യം അറ്റൈൻ ചെയ്യാൻ വേണ്ടി 17ഉം 18ഉം വയസ്സുള്ള യുവതികളോടൊപ്പം ഒരേ കിടക്കയിൽ വസ്ത്രമില്ലാതെ ഉറങ്ങാനായിട്ട് തുടങ്ങി. ഒന്നോ രണ്ടോ തവണയല്ല, പല രാത്രികളായിട്ട്. എന്തിനാണ് ഇതെന്ന് ചോദിച്ചാല് മനസ്സ് പൂർണ്ണ നിയന്ത്രണത്തിലാവുകയും ലൈംഗിക ചിന്തകളിൽ നിന്നും വിമുക്തമാവാനും വേണ്ടിയിട്ടാണത്രേ. ഇന്ന് കേൾക്കുമ്പോഴും ഇത് നമ്മളെ ഭയങ്കര അസ്വസ്ഥരാകും. പക്ഷെ നമ്മളെ കൂടുതൽ ഞെട്ടിക്കുന്ന ഭാഗങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഈ ഒരു ക്രൂരമായ എക്സ്പെരിമെന്റ് ചെയ്യാൻ ഗാന്ധിജി ഉപയോഗിച്ച സ്ത്രീകൾ വേറെ ആരുമല്ല, വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള മനു ഗാന്ധി. ഗാന്ധിജിയുടെ ബന്ധുവായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം അവള് ഗാന്ധിയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. ഗാന്ധിജിയെ അവൾ ഒരു പിതാവിനെയും ഗുരുവിനെയും പോലെയായിരുന്നു കണ്ടിരുന്നത്. അടുത്തത് അബ്ബ ഗാന്ധി, 17ഓ 18ഓ വയസ്സ് മാത്രം പ്രായമുള്ള യുവതി. അവളും ഗാന്ധിയുടെ അടുത്ത കുടുംബ ബന്ധമുള്ള ആളായിരുന്നു. അടുത്തത് ഡോക്ടർ സുശീല നായർ, ഗാന്ധിജിയുടെ വിദഗ്ധ ഡോക്ടറായിരുന്നു. ആൻഡ് വർഷങ്ങളായി ഗാന്ധിജിയുടെ ആശ്രമത്തിലായിരുന്നു അവർ ജീവിച്ചു വന്നിരുന്നത്. ഇവരിൽ പലരും ഗാന്ധിയെ പൂർണ്ണമായി ആശ്രയിച്ചവരായിരുന്നു. അദ്ദേഹത്തെ എതിർക്കുക എന്ന് പറയുന്നത് സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന പോലെയായിരുന്നു. ആൻഡ് ഇതിലെ മോസ്റ്റ് വിയേർഡ് പാർട്ട് എന്താന്ന് വെച്ചാൽ പിന്നീട് ഗാന്ധി സ്വന്തം കത്തുകളിൽ തന്നെ ഈ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. മിക്ക യുവതികളും മടിച്ചാണ് ഇതിൽ പങ്കെടുത്തത്, എന്റെ ആവശ്യപ്രകാരമാണ് അവർ സമ്മതിച്ചത് എന്ന്. പക്ഷെ ഇന്നും ഗാന്ധിയുടെ കാഴ്ചപ്പാടിൽ അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ്. ഗാന്ധിജി വിശ്വസിച്ചിരുന്നത് ഇങ്ങനെയായിരുന്നു: ഒരു യുവതിയുടെ അടുത്ത് കിടന്നിട്ടും എനിക്ക് യാതൊരു ലൈംഗിക ആഗ്രഹവും തോന്നിയില്ലെങ്കിൽ അത് യഥാർത്ഥ ആത്മീയ നിയന്ത്രണത്തിന്റെ തെളിവാണെന്നാണ്. അദ്ദേഹം ഈ ഒരു പരീക്ഷണങ്ങളെ ഉപവാസത്തെയും ധ്യാനത്തെയും പോലെ ആത്മീയപരമായ ഒന്നായി കണ്ടു. ഗാന്ധിജിക്ക് ഈ ഒരു എക്സ്പെരിമെന്റ് ഭയങ്കര തെറ്റായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും ചുറ്റുമുണ്ടായിരുന്നവര് അങ്ങനെയായിരുന്നില്ല. സർദാർ വല്ലഭായ് പട്ടേൽ ഗാന്ധിജിക്ക് കത്തെഴുതി എതിർത്തു. ജവഹർലാൽ നെഹ്റു ഇതിനെ അബ്നോർമൽ എന്നാണ് വിളിച്ചത്. ഗാന്ധിജിയുടെ ചില അടുത്ത അനുയായികൾ പോലും പ്രതിഷേധിച്ച് അദ്ദേഹത്തെ വിട്ടുപോയി. ഗാന്ധിജിയുടെ സെക്രട്ടറി നിർമ്മൽ കുമാർ ബോസ് പിന്നീട് ഗാന്ധിജിക്ക് എഴുതിയ ഒരു കത്തിലുണ്ടായിരുന്നത് ഈ സംഭവം ആശ്രമത്തിലെ ആളുകളെ പോലും മാനസികമായി തളർത്തിയെന്നായിരുന്നു. എന്നാൽ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഗാന്ധിജി ഇതൊന്നും തന്നെ നിർത്തിയില്ല. ഗാന്ധിജി അവസാനം വരെയും വിശ്വസിച്ചത് തന്റെ ഈ പരീക്ഷണങ്ങളെല്ലാം ഇന്ത്യയുടെ ആത്മീയതയെ രക്ഷിക്കുന്നതായിരുന്നു. അങ്ങനെ 1947 മനു ഗാന്ധി ഇനിയും ഇങ്ങനെ തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞതോടെയാണ് ഈ പരീക്ഷണങ്ങളെല്ലാം തന്നെ അവസാനിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും വിവാദം ചരിത്രത്തിൽ പതിഞ്ഞിരുന്നു. ഗാന്ധിജി കൊല്ലപ്പെട്ടതിന് ശേഷം ഈ അധ്യായം പതിയെ പൊതു ചർച്ചകളിൽ നിന്നും അപ്രത്യക്ഷമാവാനായിട്ട് തുടങ്ങി. പല പുസ്തകങ്ങളിലും ഈ ഒരു ഭാഗം ഒഴിവാക്കി. സ്കൂൾ പാഠപുസ്തകങ്ങൾ ഇത് പരാമർശിച്ചില്ല. ഇന്ത്യ ഒരു ശുദ്ധ ഗാന്ധിയുടെ ചരിത്രം മാത്രം ഓർക്കാൻ തുടങ്ങി. ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ ചിലർക്ക് ദേഷ്യം തോന്നാം, ചിലർക്ക് നിരാശ തോന്നാം, ആൻഡ് ചിലർക്ക് ഇത് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ ചരിത്രത്തിന്റെ ഏറ്റവും അസ്വസ്ഥമാക്കുന്ന സത്യം എന്താണെന്നറിയോ? നമ്മൾ ആരാധിക്കുന്ന ഓരോ മഹാന്മാരിലും ഒരു ഡാർക്ക് സൈഡ് കൂടെയുണ്ട്. ഗാന്ധിജി ഇന്ത്യക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഇന്ത്യ ഒരിക്കലും മറക്കില്ല. പക്ഷെ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓരോ തീരുമാനവും നമ്മൾ ചോദ്യം ചെയ്യരുത് എന്നല്ല. ഇന്നും ഗാന്ധിജിയുടെ ഈ ഒരു പ്രവൃത്തിയെക്കുറിച്ച് ഇന്ത്യയിൽ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ചിലർ ഗാന്ധിയെ സംരക്ഷിക്കുന്നുണ്ട്, ചിലർ ഗാന്ധിയെ വിമർശിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു കഥ കേട്ട ശേഷം നിങ്ങൾക്ക് ഗാന്ധിയെ ഒരിക്കലും പഴയ പോലെ കാണാനായിട്ട് പറ്റൂല. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതിലും ഇരുണ്ടതും ആരും സംസാരിക്കാത്തതുമായ അധ്യായങ്ങൾ ഇനിയും ഒരുപാടുണ്ട്. സ്വാതന്ത്ര്യ സമര നായകന്മാരുടെ രഹസ്യ ജീവിതങ്ങൾ, അവര് മനഃപൂർവ്വം മറച്ചുവെച്ച ചരിത്രങ്ങൾ, സർക്കാർ പോലും ഒരിക്കൽ തുറന്നു സംസാരിക്കാൻ ഭയപ്പെട്ട സംഭവങ്ങൾ. നിങ്ങൾക്ക് നമ്മുടെ ചരിത്രത്തിന്റെ യഥാർത്ഥ മുഖം കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം അടുത്ത വീഡിയോയിൽ ഇന്ത്യയുടെ ചരിത്രത്തിലെ മറ്റൊരു ഞെട്ടിക്കുന്ന രഹസ്യം നമ്മൾ തുറക്കാൻ പോവുകയാണ്.